വി.ഡി. സതീശനായി വീണ്ടും ഫ്ലക്സ്. കോട്ടയം കടുത്തുരുത്തി മുളക്കുളത്താണ് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, ഇതൊക്കെ നേതാക്കൾ വിലക്കിയിട്ടുള്ളതാണ്, നേതൃത്വം വിലക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം നിർബാധം ഈ ഫ്ലക്സുകളൊക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ആര് വെച്ചതാണെന്ന സൂചനകളുണ്ടോ? ശ്രീജ, മുളക്കുളം ജനകീയ സമിതി എന്ന പേരിലാണ് ഇപ്പോൾ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലക്സുകളൊന്നും തന്നെ വയ്ക്കരുത് എന്ന് 3 നേതാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ടതാണ്. മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് വി.ഡി. സതീശൻ്റെ പേരിൽ ഇപ്പോൾ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ ജനഹിതം മാനിക്കുക എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഫ്ലക്സുകളൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നേരത്തെയൊക്കെ തന്നെ നമ്മൾ സതീശൻ്റെ ഫ്ലക്സിൽ കണ്ടിട്ടുള്ള പട നയിച്ചവൻ പട നയിക്കട്ടെ എന്ന തരത്തിലുള്ള എഴുത്തുകളും ക്യാപ്ഷനുകളും ഒക്കെ തന്നെ ആ ഫ്ലക്സിലുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഫ്ലക്സുകളൊക്കെ തന്നെ അവസാനിപ്പിക്കണം, ഫ്ലക്സ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ 2 ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ 3 നേതാക്കളും ഡൽഹിയിൽ വെച്ച് ഒന്നിച്ച് ആവശ്യപ്പെട്ടതാണ്. അത്തരത്തിൽ ചെയ്യുന്ന നേതാക്കൾക്കെതിരെ, പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകുന്ന തരത്തിൽ KPCCയുടെ ഭാഗത്തും സർക്കുലർ ഉൾപ്പെടെ വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സതീശനെ മുഖ്യമന്ത്രിയാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഫ്ലക്സുകളൊക്കെ തന്നെ വീണ്ടും ഉയരുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിലെ മുളക്കുളത്താണ് ഇത്തരത്തിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ കടുത്തുരുത്തിയിൽ ആപ്പാഞ്ചിറയിലും UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായി സതീശന് വേണ്ടി ഫ്ലക്സുകളൊക്കെ തന്നെ ഉയരുന്നുണ്ട്.